നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗംഗേ, ഈ നെക്ലസ് ഗംഗയ്ക്ക് നന്നായിട്ട് ചേരും. എനിക്ക് ഇത്ര വില കൂടിയതൊന്നും ചെയ്തില്ല. ആര് പറഞ്ഞു? ഇത് നിനക്ക് നല്ല ചർച്ചയുണ്ട്. കണ്ടോ, അച്ഛൻ പറഞ്ഞ ശരിയാ. ഇപ്പൊ ഗംഗയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോമ്മേ, എന്നോടൊരു അഭിപ്രായം പറയാൻ അയാൾക്ക് വയ്യായിരുന്നു. ഇപ്പൊ കണ്ടോ? നീ വിഷമിക്കാതെ മോളെ, ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എല്ലാം നമുക്ക് ശരിയാക്കാം. ഇത് നിനക്കുള്ള എന്റെ വിവാഹ സമ്മാനമാ. എന്റെ ശ്രീമഹേശ്വര, എന്റെ മഹേട്ടന് നല്ലൊരു ജീവിതം കൊടുക്കണേ. ഗൗരി ചേച്ചി സ്നേഹിച്ചതുപോലെ ശ്രേയച്ചിക്ക് മഹേട്ടനെ സ്നേഹിക്കാൻ സാധിക്കണേ. സന്തോഷം നിറഞ്ഞൊരു ജീവിതം അവർക്ക് കൊടുക്കണേ ഭഗവാനെ. ശ്രേയച്ചേച്ചി നല്ല സ്നേഹത്തോടെ മാളിനോട് പെരുമാറണേ. അവർക്കിടയിലെ അകൽച്ച എല്ലാം മാറ്റി രണ്ടുപേരും നല്ല സ്നേഹത്തോടെ എന്നും ജീവിക്കണേ. മാളുവിന് സങ്കടങ്ങളൊന്നും കൊടുക്കരുതേ ഭഗവാനെ. ഭഗവാനെ, ഗംഗയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ. നകുൽ അവളെ ചതിക്കരുതേ. അവൻ യഥാർത്ഥത്തിൽ നല്ലവനാണോ അതോ മോശക്കാരനാണോ എന്ന് എനിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. സംശയങ്ങൾ മാത്രം വെച്ച് ഒരാളെ കുറ്റം പറയാനും വയ്യ. എങ്കിലും ഗംഗയെ അവൻ വിവാഹം കഴിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളോ മോശം വിചാരങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ഗംഗയെ ഒരുപാട് സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളായി തീരണേ. എന്റെ ശ്രീ മഹേശ്വര, അച്ഛനും ശ്രേയായിട്ടുള്ള കല്യാണം നടക്കല്ലേ. ഗംഗയോ നകുലും കല്യാണം കഴിക്കരുതേ. രണ്ടു കല്യാണങ്ങളും എങ്ങനെയെങ്കിലും മുടങ്ങിപ്പോണേ. എന്റെ അച്ഛനും ഗംഗയും തമ്മിലുള്ള കല്യാണമേ നടക്കാവൂ. ശ്രേയ എന്റെ അമ്മയെ വരുന്നത് എനിക്കിഷ്ടമല്ല. ഞാനത് പറഞ്ഞിട്ടെന്താ ആർക്കും മനസ്സിലാവാത്തത്? എങ്ങനെയെങ്കിലും രക്ഷിക്കണേ ഭഗവാനെ. അതൊന്നും സാരമില്ല മഹേട്ട, മനസ്സുകൊണ്ട് ഞാനിപ്പോ എല്ലാത്തിനും തയ്യാറാ. ആകെ എനിക്കൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. മാളു അവളുടെ മുഖം ഓർക്കുമ്പോ
സഹിക്കാൻ പറ്റുന്നില്ല. നെഞ്ചിലൊരു വിങ്ങല. അവളെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അവള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരവില്ല. അവളെ ഒരിക്കലും വിഷമിപ്പിക്കരുത് മഹേട്ട. അവളുടെ സങ്കടം മാറ്റാൻ എനിക്ക് സാധിക്കില്ല. അവൾ ഏറ്റവും ആഗ്രഹിച്ചത് എന്നെയാ. ഗംഗ അവളുടെ അമ്മയായിട്ട് വരുന്നതാ അവളുടെ സ്വപ്നം. അതിനുവേണ്ടി ആ പാവ എന്തെല്ലാം ചെയ്തു. എല്ലാം എല്ലാം വെറുതെ. നീ കരയരുത്. നീ കരയുമ്പോ നോവുന്നത് എന്റെ മനസ്സാ. ഇല്ല മഹേട്ട, ഇനി ഞാൻ കരയില്ല. ആർക്കും ഒരു സങ്കടം ഉണ്ടാക്കില്ല. മുത്തശ്ശിക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും. മുത്തശ്ശി പറയുന്ന ആള് എന്റെ കഴുത്തിൽ താലി കെട്ടും. അതിനുശേഷം എന്താണെന്ന് എനിക്ക് തീരുമാനിക്കാം. അതിനുള്ള അവകാശം എനിക്കുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നേ? ഒന്നുമില്ല മഹേട്ട. വിഷമത്തോടെ ഓരോന്ന് പറഞ്ഞു വന്നപ്പോ അറിയാതെ നാവ് പിഴച്ചു പോയതാ. നമുക്ക് രണ്ടുപേർക്കും മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഈശ്വരനായിട്ട് ഇന്നൊരവസരം തന്നു. ഇത്രയെല്ലാം മഹേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പോ മനസ്സിന് നല്ല സമാധാനമുണ്ട്. എന്റെ മനസ്സില് എന്നും മഹേട്ട മാത്രമേ ഉണ്ടാവൂ. അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ അവസാനിക്കുന്നിടത്തോളം അങ്ങനെ തന്നെ ആവണമെന്ന എന്റെ ആഗ്രഹവും. എന്നാ മഹേട്ടൻ പോയി ഉറങ്ങിക്കോ. രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ. ഞാനും ചെല്ലട്ടെ. മുത്തശ്ശി എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. എന്താ ഗംഗ ഈ കാണിക്കുന്നേ? എനിക്ക് പോണം. എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോണം. വിടില്ല, ഞാൻ വിടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.